ഹലോ, ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യലായിട്ടൊരു വീഡിയോ ആയിട്ട് വന്നത് കുറച്ച് യമ്മി കൈൻഡ് ഓഫ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവാണ്. ഇതിൻ്റെ പിന്നിലൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നല്ലോ, അപ്പോൾ പൊന്നിന് മുടക്കായിരുന്നു. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ പൊതിച്ചോറിൻ്റെയൊക്കെ വീഡിയോ. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു പൊതിച്ചോറ് ഉണ്ടാക്കി തരുന്നു. അപ്പം അമ്മ ഇന്നലെ പറഞ്ഞു നമുക്ക് ഇന്നലെ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നലെ എൻ്റെ അപ്പം അമ്മ പറ്റിച്ചു. അമ്മ പറഞ്ഞു ഇന്നലെ ഉണ്ടാക്കില്ല, രാവിലെ എണീറ്റപ്പോൾ. അപ്പം അതിന് പകരമായിട്ട് അമ്മ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ പൊതിച്ചോറിൻ്റെ വിശേഷങ്ങളിലോട്ടായിരിക്കും കിടക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പം നമുക്ക് പൊതിച്ചോറ് വിശേഷങ്ങൾ കാണാം അല്ലേ? പിന്നെ അങ്ങനെയാണ് നമ്മുടെ മെയിൻ ഷെഫ്, ഇന്നത്തെ ഷെഫ് നമ്മ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പച്ചമുളക് പറയുന്നു. ഇതൊക്കെ അമ്മയുടെ കൃഷിയിലെ പച്ചമുളകുകൾ. കുറേ സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ചോറ്, പിന്നെ ഇല ഇപ്പം തന്നെ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ടുവന്നില്ല, പിന്നെ സാമ്പാർ, പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്, ചമ്മന്തി ഉണ്ടാക്കുന്നു. ദിസ് ഇസ് ഇരുമ്പുള്ളി, അതും നമ്മുടെ അപ്പുറത്ത് നിന്ന് പറിച്ചതാണ്. വിഷമില്ലാത്ത സാധനങ്ങളാണ്. അതെ, ചട്ടിച്ചോറ് എന്നിട്ട് ഓർഗാനിക് ചട്ടിച്ചോറ്, പൊതിച്ചോറ്, സോറി ഓർഗാനിക് പൊതിച്ചോറ്. തേങ്ങ നമ്മുടെ, അതെ നമ്മുടെ തെങ്ങുമത്തെ തേങ്ങ, നമ്മുടെ ഇരുമ്പുളി, മറ്റേ ഇരുമ്പുളി, നമ്മുടെ മുളകിൻ്റെ മുളക്, കറിവേപ്പില നമ്മുടെ നമ്മുടെ കറിവേപ്പില, മരത്തിലെ കറിവേപ്പില, എല്ലാം സ്വന്തം ഓർഗാനിക് ചമ്മന്തി. അതെ, ഉള്ളി മാത്രം കാശെടുത്ത് മേടിച്ചു ഉള്ളി, അതുകൊണ്ട് അതിങ്ങനെ ഇതിരിക്കുന്നത്, ബാക്കിയൊക്കെ ഫ്രഷ്. ഇരുമ്പുളിയും ഉള്ളിയും പച്ചമുളകുമാണ് ഇട്ടേക്കുന്നത്. തേങ്ങ കൊത്തിയിട്ടേക്കുന്നത്. കാര്യമായിട്ട് മിക്സിയിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അരയ്ക്കാൻ നോക്കിയപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ ലൈറ്റ് വർക്ക് ചെയ്യും, മിക്സി വർക്ക് ചെയ്യില്ല. അച്ഛൻ അത് കട്ട് ചെയ്തിട്ടേക്കാം. അതുകൊണ്ട് ഇപ്പം നമ്മൾ പ്ലാൻ ബിയിലോട്ട് മാറുകയാണ്. പ്ലാൻ ബി എന്തായിരുന്നു മമ്മി? യെസ്, പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇല്ലേ? ഉണ്ട്. അപ്പം പയർ തോരൻ കാച്ചി ബാക്കിയൊക്കെ നോക്കാം. അപ്പോഴേക്കും കറണ്ട് വരുന്ന വിചാരിക്കും. നല്ല മഴയായതുകൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് വീണു. അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയി. ഇതിനിടയിൽ കുറേ തുണ്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അരച്ചു. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വന്നിരിക്കുന്നത്. സോ ചമ്മന്തി സെറ്റ്. ഇനി ഇത് പകർത്തിയാൽ മതി. മമ്മി ഇവിടെ സൂപ്പർ ഫാസ്റ്റ് പോലെ ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള ആരും മേടിക്കേണ്ട, ഇവിടെയൊക്കെ വളരെ ഹൈജീനിക്കാണ്. എൻ്റെ അമ്മയ്ക്ക് ഓസിഡുകൾ കൊണ്ട് മുടിഞ്ഞ വൃത്തിയാക്കലാണ്. ഇതിനുള്ള ദേഷ്യം അമ്മ മുളകരിഞ്ഞ് തീർക്കുന്നു. കറിവേപ്പില വേസ്റ്റാക്കി കളയാതിരിക്കാൻ കട്ട് ചെയ്താണ് ഇടുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ പറക്കി കളയും. യെസ്, ഇവിടെയുള്ള ആർക്കും കറിവേപ്പില ഇഷ്ടമല്ല. ഞാനാണ് ടഫസ്റ്റ് ടാസ്കായ മുട്ട ഇങ്ങനെ ഇളക്കുന്നത് ചെയ്യുന്നത്. ബാക്കി എല്ലാ സിമ്പിൾ വർക്ക് ടാസ്കുകളും അമ്മയാണ് ചെയ്യുന്നത്. ഇത് മറ്റേ തായ്ലൻഡുകാർ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കാൻ പോലെയാണ് ഇവിടെ ഓംലെറ്റ് ഉണ്ടാക്കുക. നമ്മൾ പയർ തോരൻ കാച്ചാനുള്ള സാധനങ്ങളാണ്. അതായത് ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില. ഇതിപ്പോൾ വീഡിയോ എടുക്കണോണ്ടാണ് എൻ്റെ അമ്മ ഇത്ര മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്, അല്ലെങ്കിൽ വെറും 2 തുള്ളി മാത്രം. അതെ, അച്ഛന് കൊളസ്ട്രോളാണ്. അല്ലെങ്കിലും അച്ഛന് കൊളസ്ട്രോൾ അല്ലാത്തപ്പോഴും അമ്മ അത്ര തന്നെ ഒഴിക്കാറുള്ളൂ. ചില്ലി ഫ്ലേക്സ് ആണ് ഇതിന്, കുത്തുമുളക് പൊടി, ഇതൊക്കെ ഇവിടെ പൊടിച്ചതാണ്. എല്ലാം ഓർഗാനിക്കാണ്. പക്ഷേ വെളുത്തുള്ളിയും സബോളയൊന്നും ഓർഗാനിക് അല്ല, അത് ആണെന്ന് പഠിച്ചതാണ്. ബാക്കി ഇപ്പൊക്കെ ഓർഗാനിക്കാണ്. പയറും ഓർഗാനിക്കാണ് സുഹൃത്തുക്കളെ. അടുത്ത നെൽകൃഷിക്ക് മുമ്പ് പാടം സെറ്റ് ചെയ്യാനായിട്ട് അവർ പയർ കുത്തും.
അപ്പോൾ ചീരയൊക്കെ നടും. അപ്പോൾ അവരിങ്ങനെ ഇത് ആയി കഴിയുമ്പോൾ ഇവിടെ അടുത്തുള്ളവർക്ക് വിൽക്കും. അപ്പം അങ്ങനെ ഇവിടെ നിന്ന് തന്നെ മേടിച്ച പയറാണ്. അത് നമ്മുടെ സെറ്റാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചൊരു സാധനം കാണിച്ചതാണ്. നമ്മളിവിടെ കിളിക്കൂടുണ്ട്. അതിൽ കിളി ഉണ്ടായിരുന്നു, പറന്നു പോയെന്ന് നോക്കട്ടെ കേട്ടോ. കണ്ടാ, ഇത് ഒറിജിനൽ കിളിക്കൂടാണ്. കിളി ഉണ്ടാക്കിയ കിളിക്കൂട്. ഇത് കിളിയില്ല തോന്നുന്നു. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നോക്കിയോട്ടെ. ഇത് കാണുന്നില്ല ഇപ്പുറത്തെ ഭാഗം. കിളി ഉണ്ടായിരുന്നു, ഇപ്പം പറന്നു പോയെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കിളി ഇങ്ങനെ വന്ന് കിളിക്കൂടുണ്ടാക്കും. നേരത്തെ നാൾ ചട്ടിയിൽ ആയിരുന്നു കിളിക്കൂട്. അത് കഴിഞ്ഞ് അവിടെ ഒരു ചട്ടിയിൽ കിളിക്കൂട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കിളിക്കൂട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കിളിക്കൂട് വരും. കുഞ്ഞി മറ്റേ വലിയ ചുണ്ടുള്ള ഒരു കിളിയാണ്. എൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ, ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഞാൻ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ ഇടയിൽ കൂടെ എന്നോട് പറയാതെ അതിൻ്റെ ഇടയിൽ കൂടെ അതെ എല്ലാം സെറ്റ് ചെയ്തു. ഇത്ര സാധനങ്ങളാണ് നമ്മൾ പൊതിച്ചോറി കെട്ടുന്നത്. അതെന്താ, പയറുപ്പേരി, സാമ്പാർ, ചമ്മന്തി, പപ്പടം, മുട്ട ഓംലേറ്റ്, പിന്നെ അച്ചാറും കൂടി ഉണ്ട്. അച്ചാർ കാണിച്ചു. ഇതിൽ പപ്പടം, ഇതും ഓർഗാനിക്, ഇത് ഓർഗാനിക്, ഇതിലെ കഷ്ണങ്ങൾ ഓർഗാനിക്. മുട്ട മാത്രം മേടിച്ചതാ, പക്ഷെ നാടൻ മുട്ട ഉണ്ടായിരുന്നു, കഴിഞ്ഞു. ചോറ് റെഡിയാക്കാൻ പോവാണ്. പേപ്പർ വെച്ചു, ഇല വെച്ചു. എൻ്റെ കുട്ടി എന്നെ വീഡിയോ എടുത്ത് കൊല്ലണുണ്ട്. അപ്പൊ ചോറിട്ടു. അങ്ങനെ സാമ്പാർ നടുവിൽ അങ്ങോട്ട് ഒഴിച്ചു. തോരൻ ഒരു സൈഡിലായിട്ട്. എൻ്റെ കുഞ്ഞുകുട്ടി പറഞ്ഞു കുറച്ച് കൂടുതൽ ഇട്ടോളാൻ. അപ്പൊ അതുകൊണ്ട് കുറച്ച് കൂടുതലിട്ടു. ചമ്മന്തി എടുത്തത് ഇവിടെ അങ്ങനെ കുറച്ച് വെച്ച്. എരിവ് കൂടിയ കാരണം കൊണ്ട് കുട്ടി പറഞ്ഞു കുറച്ച് മതിയെന്ന്. അച്ചാർ ഇതുകൂടെ ഒരു സൈഡിൽ വെച്ചു. ഇത് സ്റ്റാർ പുളിയുടെ അച്ചാറാണ് കേട്ടാ. ഇനി ഒരു മുട്ട ഓംലേറ്റ് അങ്ങോട്ട് എടുത്തിട്ട്, അതെ പകുതി എൻ്റെ കുഞ്ഞുകുട്ടി തിന്ന് തീർത്ത കാരണം ബാക്കി പകുതിയാണ് ഇവിടെ വെക്കാനുള്ളൂ. പപ്പടം കഴിഞ്ഞ ഒരു 2 എണ്ണം ഇങ്ങനെ 2 സൈഡിലായി വെച്ച് മൂടി. ഇനി ഞാനിതിനെ പൊതിയാൻ പോവാണ്. രണ്ട് റബ്ബർ ബാൻഡ് ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പൊതിച്ചോറ് റെഡി. ഇനി ആവശ്യക്കാർക്ക് ഇത് പൊളിക്കുക, കഴിക്കുക. പൊതിഞ്ഞ് വെച്ച പൊതിച്ചോറ് നമ്മളിനി ടേസ്റ്റിംഗ് ആണ്. നമുക്കത് ടേസ്റ്റ് ചെയ്യാം. നമുക്ക് രണ്ടാക്കുള്ള ചോറാണ് ഇത്. ഇങ്ങനെ തുറക്കുമ്പോഴൊരു സ്മെല്ലുണ്ടല്ലോ. എൻ്റെ പപ്പടം നനഞ്ഞു. ഇങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് നനഞ്ഞ പപ്പടമൊക്കെയുള്ള വാവ്. പപ്പടം ഇങ്ങനെ നനഞ്ഞിട്ടുള്ള ഒരു ഫീൽ അടിപൊളിയാണ്. ഈ നനഞ്ഞ പപ്പടം കുറച്ചും കൂടി നീക്കി വെക്കുക. എന്നിട്ട് സാമ്പാറും കുറച്ച് പയർ തോരനും. ഇത് മൊത്തം ഞാൻ തിന്നൊന്നുമില്ല കേട്ടോ, എൻ്റെ പൊന്നിൻ്റെ കൂടിയാണ്. ഞാൻ തിന്ന് കാണിച്ചു തരാം. കുറച്ച് ചമ്മന്തിയും കുറച്ച് പിന്നെ സ്റ്റാർ പുളിയുടെ അച്ചാറും ഒരു കുഞ്ഞു കഷ്ണം മുട്ട ഓംലേറ്റ് വയ്ക്കുക. ഒരു നനഞ്ഞ പപ്പടത്തിൻ്റെ ഒരു സൈഡും കൂടി വെച്ചിട്ട് ഭയങ്കര ഹെവൻലി ഫീലാണ്. പൊന്നിന് കൊതിയാവുന്നുണ്ട്. ഒരു വായി ഞാൻ പൊന്നിന് കൊടുക്കും.
സൂപ്പർ. ഉമ്മയ്ക്കും എങ്ങനെയുണ്ട് സ്വന്തമായി ഉണ്ടാക്കിയ പൊതിച്ചോർ? സൂപ്പർ. പിന്നെ നമ്മൾ രണ്ടുപേരും ഇരുന്ന് ഇത് മൊത്തം തിന്ന് തീർത്തിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പൊന്നിന് വേണമെന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അമ്മ ബൈ പറയുന്ന പേയ്മെൻ്റ് ഉണ്ട് ഇതിലെ ബൈയിലെ ബാ എവിടെ നിന്നാ?